Dear students, we are discussing the analysis of changes in non-current items, and we have already mentioned one item in your last class, that is preparation of a fixed asset account or non-current account. Okay. Another example that we can discuss is intangible assets. Intangible assets are the assets just like goodwill, patent, copyright, trademark, etc. Okay, there may be changes in the value of intangible assets. Either we will be given with two balance sheets, opening balance sheet and closing balance sheet, and the values of opening balance sheet and closing balance sheet will not be the same. For example, goodwill, the first year it is 1 lakh, second year it is 2 lakhs. There may be increase or decrease in the value of intangible assets. Increase in intangible assets is treated as purchase. Okay, increase ആണ് വരുന്നതെങ്കിൽ it is taken as purchase. For example, first year 1 lakh, second year 2 lakhs. ബാക്കി 1 ലക്ഷം എവിടെ നിന്ന് വന്നു? It is treated as purchase of intangible assets. It is shown as outflow. ഓക്കെ, പർച്ചേസ് ആകുമ്പോൾ നമുക്കറിയാം അല്ലേ, ക്യാഷ് കൊടുത്തിട്ടാണ് വാങ്ങുന്നത്. ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് ഔട്ട്ഫ്ലോ ഓഫ് ഫണ്ട് ഓർ അപ്ലിക്കേഷൻ ഓഫ് ഫണ്ട് ഇൻ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, ദെൻ ഡിക്രീസ് ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആണ്, ഡിക്രീസ് ഇൻ ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. ഫോർ എക്സാമ്പിൾ, ഫസ്റ്റ് ഇയർ 1 lakh rupees ആണ്, സെക്കൻഡ് ഇയർ 75,000 ആണ്, ബാലൻസ് 25,000 എവിടെ പോയി? ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് റിട്ടേൺ ഓഫ്. ഇൻടാഞ്ചിബിൾ അസറ്റ് നമ്മൾ വിൽക്കില്ലല്ലോ, ഗുഡ്വിൽ വിറ്റു അല്ലേ, ഗുഡ്വിൽ വിൽക്കുന്ന കേസല്ല മിക്കവാറും ഉണ്ടാവുക. ഇറ്റ് ഈസ് റിട്ടേൺ ഓഫ്. അക്യൂമുലേറ്റഡ് ലോസുകളെയാണ് നമ്മൾ ഗുഡ്വിൽ എന്ന് പറഞ്ഞുകൊണ്ട് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ കാണിക്കുക. അപ്പോൾ അത് സെയിൽസ് നടത്തുകയല്ല ചെയ്യുക, പകരം ഇറ്റ് ഈസ് റിട്ടേൺ ഓഫ്, നമ്മുടെ പ്രോഫിറ്റിൽ നിന്ന് റൈറ്റ് ഓഫ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഇറ്റ് മേ ബി അഡ്ജസ്റ്റഡ് വിത്ത് പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട് ടു ഫൈൻഡ് നെറ്റ് പ്രോഫിറ്റ്. നെറ്റ് പ്രോഫിറ്റ് കാണുന്ന സമയത്ത് ഇത് നമ്മുടെ പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ടിൻ്റെ പ്രോഫിറ്റിൽ നിന്ന് ലെസ് ചെയ്തിട്ടുണ്ടാവാം. Okay, so to calculate fund from operation, this amount is added back. Okay, it is added with net profit to calculate fund from operation. Okay, ഈ സ്ലൈഡ് ഒന്നുകൂടി പറയാം. ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ആർ അസറ്റ്സ് just like goodwill, patent, copyright, trademark, etc. We have to analyze whether there is any change in the value of these items. We have to compare the opening value and closing value and find increase or decrease. Increase in intangible asset is treated as purchase of intangible asset. It is shown as an outflow of fund, application of fund in fund flow statement. And decrease in intangible asset is taken as റിട്ടേൺ ഓഫ്. അതിനെ നമ്മൾ സെയിൽസ് എന്ന് പറയില്ല, പകരം ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് റിട്ടേൺ ഓഫ്. ഇറ്റ് ഈസ് ആഡഡ് വിത്ത് നെറ്റ് പ്രോഫിറ്റ് ടു കാൽക്കുലേറ്റ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ. Now the third adjustment of non-current item is deferred revenue expenditure. Deferred revenue expenditure നമുക്കറിയാം, ഹ്യൂജ് എക്സ്പെൻസസ്. എക്സാമ്പിൾ, ഹ്യൂജ് അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസ്. ഒരു വർഷം ചിലവാകും, ഒരുപാട് വർഷം നമ്മളത് നമ്മുടെ പ്രോഫിറ്റിൽ നിന്ന് റൈറ്റ് ഓഫ് ചെയ്യും. ഇതാണ് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ഡിക്രീസ് ആണ് സാധാരണ സംഭവിക്കുക. ഡിക്രീസ് ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് എമൗണ്ട് റിട്ടേൺ ഓഫ്, എമൗണ്ട് അമോർട്ടൈസ്ഡ്. ഇപ്പോൾ എമൗണ്ട് ഫസ്റ്റ് ഇയർ അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസ് 10 lakhs, സെക്കൻഡ് ഇയർ ഇറ്റ് ഈസ് 9 lakhs, ബാക്കി 1 ലക്ഷം എവിടെ പോയി? ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് റിട്ടേൺ ഓഫ്, നമ്മുടെ പ്രോഫിറ്റിൽ നിന്ന് റൈറ്റ് ഓഫ് ചെയ്തതായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, പ്രോഫിറ്റിൽ നിന്ന് റൈറ്റ് ഓഫ് ചെയ്യുന്ന എല്ലാ ഐറ്റവും നമ്മൾ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാണുന്ന സമയത്ത് ഇറ്റ് ഈസ് ആഡഡ്. ഓക്കെ, സോ ഇറ്റ് ഈസ് ആഡഡ് വിത്ത് നെറ്റ് പ്രോഫിറ്റ് ടു കാൽക്കുലേറ്റ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ. ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാണാൻ വേണ്ടി നെറ്റ് പ്രോഫിറ്റിനോട് കൂടി ആഡ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ഐറ്റം ഈസ് ഇൻക്രീസ് ഇൻ ജനറൽ റിസർവ്. മറ്റൊരു നോൺ കറണ്ട് അസറ്റിലുള്ള അക്കൗണ്ടിലുള്ള ചേഞ്ചാണ് റിസർവ്. ജനറൽ റിസർവ് ബാലൻസ് മേ ബി ചേഞ്ച്ഡ്. ഫോർ എക്സാമ്പിൾ, ഇറ്റ് മീൻസ് അല്ലേ, ജനറൽ റിസർവ് ഒരു വർഷം 10 ലക്ഷം ആയിരുന്നു, അടുത്ത വർഷം 12 ലക്ഷമാണ്. 2 ലക്ഷം എവിടെ നിന്നാണ് വന്നിട്ടുണ്ടാവുക? ഇറ്റ് മേ ബി ഫ്രം ദ പ്രോഫിറ്റ്. ഓക്കെ, ഒരു വർഷത്തെ പ്രോഫിറ്റിൽ നിന്നാണ് നമ്മൾ ജനറൽ റിസർവിലേക്ക് ഫണ്ട് മാറ്റി വെക്കുക. സോ ഇറ്റ് ഇൻവോൾവ്സ് ട്രാൻസ്ഫർ ഫ്രം പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട് ടു ജനറൽ റിസർവ് അക്കൗണ്ട് ഓർ റിസർവ് അക്കൗണ്ട്. നമ്മുടെ പ്രോഫിറ്റിൽ നിന്നാണ് ഇത്തരം അക്കൗണ്ടിലേക്ക് പൈസ മാറ്റി വെക്കുക.
ഓക്കെ. സോ ഈ പ്രോഫിറ്റിൽ നിന്ന് മാറ്റിവെക്കുന്ന ഐറ്റമൊക്കെ നമ്മൾ പറഞ്ഞു, പ്രോഫിറ്റിനോട് അഡ്ജസ്റ്റ് ചെയ്യുന്ന എല്ലാ ഐറ്റവും നമ്മൾ ചെയ്യേണ്ടത് ഇറ്റ് ഈസ് ആഡഡ് ബാക്ക് ടു കാൽക്കുലേറ്റ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ. ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാണുന്ന സമയത്ത് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിൽ നിന്നുള്ള പ്രോഫിറ്റാണ്. ആ പ്രോഫിറ്റ് കാണാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് ഇതുപോലുള്ള നോൺ ഓപ്പറേറ്റിംഗ് ഐറ്റംസ്, ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ, പ്രൊവിഷൻ ഫോർ ടാക്സ്, ഓക്കെ, ഡിപ്രീസിയേഷൻ, ഇത്തരം ഐറ്റംസൊക്കെ നോൺ ഓപ്പറേറ്റിംഗ് നോൺ ഫണ്ട് ഐറ്റംസാണ്. തിരിച്ച് ആഡ് ചെയ്താലാണ് ഫണ്ട് ഫോർ ഓപ്പറേഷൻ കിട്ടുക. ഓക്കെ. സോ ദീസ് ഐറ്റംസ് ആർ ആഡഡ് വിത്ത് നെറ്റ് പ്രോഫിറ്റ് ടു കാൽക്കുലേറ്റ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ. ഓർ ബ്രേക്കറ്റിൽ പറയുന്നത് ഓർ ഡെബിറ്റഡ് ടു പ്രോഫിറ്റ് ഓർ ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എന്നാണ്. നമ്മൾ ഫണ്ട് ഫോർ ഓപ്പറേഷൻ കാണാനുള്ള മറ്റൊരു ടെക്നിക്കാണ് ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക, അതിൽ ഡെബിറ്റ് ചെയ്യുക. ആഡ് ചെയ്യുന്നതും ഈ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്നതും തുല്യമാണ്, ലെസ് ചെയ്യുന്നതും ഈ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നതും തുല്യമാണ്. ഓക്കെ. ദെൻ ഇൻക്രീസ് ഈസ് ട്രീറ്റഡ് ആസ് നെക്സ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഈസ് ചേഞ്ചസ് ഇൻ ഷെയർ ക്യാപിറ്റൽ. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, ഇതിൻ്റെയൊക്കെ വാല്യൂവിൽ ചേഞ്ച് വരാം. ഒരു വർഷത്തെ ഷെയർ ക്യാപിറ്റൽ 10 ലക്ഷം, അടുത്ത വർഷം 20 ലക്ഷം, 10 ലക്ഷം കൂടി അല്ലേ. സോ ദർ മേ ബി ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ഷെയർ ക്യാപിറ്റൽ ഗിവൺ ഇൻ ബാലൻസ് ഷീറ്റ്. ഇൻക്രീസ് ഈസ് ട്രീറ്റഡ് ആസ് ഇഷ്യൂ ഓഫ് ഷെയർസ്. ഷെയർ ക്യാപിറ്റൽ കൂടി എന്ന് പറഞ്ഞാൽ എന്താണ്? പുതിയ ഷെയർ ഇഷ്യൂ ചെയ്തു എന്നുള്ളതാണ്. ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് ഇഷ്യൂ ഓഫ് ഷെയർസ്. ഇറ്റ് ഈസ് ഷോൺ ആസ് എ സോഴ്സ് ഓഫ് ഫണ്ട് ഇൻ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു സോഴ്സ് ഓഫ് ഫണ്ടായിട്ടാണ് ഇത് കാണിക്കുക. അതേപോലെ തന്നെ നേരെ ഓപ്പോസിറ്റ്, ഡിക്രീസ് ഈസ് ട്രീറ്റഡ് ആസ് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്. ഷെയർ ക്യാപിറ്റൽ കുറഞ്ഞു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? പ്രിഫറൻസ് ഷെയർ റിഡീം ചെയ്തു എന്നാണ്, തിരിച്ചു കൊടുത്തു എന്നാണ് ക്യാഷ്. ഓക്കെ. സോ ഇറ്റ് ഈസ് ടേക്കൺ ആസ് ആൻ അപ്ലിക്കേഷൻ ഓഫ് ഫണ്ട്, യൂസ് ഓഫ് ഫണ്ട് ഇൻ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ഇതിൻ്റെ കൂട്ടത്തിൽ പറയാവുന്നത് ഇൻക്രീസ് ഇൻ സെക്യൂരിറ്റീസ് പ്രീമിയം. സെക്യൂരിറ്റീസ് പ്രീമിയം ഷെയർ പ്രീമിയമാണ്. ഇതിൻ്റെ വാല്യൂ കൂടിയിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് എമൗണ്ട് കളക്റ്റഡ്. പുതിയ പ്രീമിയം കളക്ട് ചെയ്തതായിട്ടാണ് ട്രീറ്റ് ചെയ്യുക. ഇറ്റ് ഈസ് ടേക്കൺ ആസ് എ സോഴ്സ് ഓഫ് ഫണ്ട് ഇൻ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ഇപ്പോൾ ഷെയർ ക്യാപിറ്റലുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, ദർ മേ ബി ഇൻക്രീസ് ഇൻ വാല്യൂ ഓഫ് ഷെയർ ക്യാപിറ്റൽ, ഇറ്റ് ഈസ് ഷോൺ ആസ് സോഴ്സ് ഓഫ് ഫണ്ട്. There may be decrease in the value of share capital, it is shown as application or use of fund. Then increase in securities premium is taken as a source of fund. പുതിയ ഫണ്ട് കളക്ട് ചെയ്തതായിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ. ദെൻ ഇതുപോലെ തന്നെ ഡിബഞ്ചറിൻ്റെ കേസുകൾ ഉണ്ടാവാം. ചേഞ്ചസ് ഇൻ ദ വാല്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്. ദർ മേ ബി ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ഡിബഞ്ചർ, ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ഡിബഞ്ചർ. ഇനി പറയേണ്ടതില്ലല്ലോ, ഇൻക്രീസ് ഇൻ ഡിബഞ്ചറിനെ എന്തായി ട്രീറ്റ് ചെയ്യും? യെസ്, ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അല്ലേ. പുതിയ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തിട്ടാണ് ഷെയർ വാല്യൂ കൂടി കാണിക്കുക. സോ ഇൻക്രീസ് ട്രീറ്റഡ് ആസ് ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്. ഇറ്റ് ഈസ് ഷോൺ ആസ് എ സോഴ്സ് ഓഫ് ഫണ്ട് ഇൻ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഡിക്രീസ് എന്ത് ചെയ്യും? ഡിക്രീസ് ഈസ് ട്രീറ്റഡ് ആസ് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അല്ലേ, റീപേയ്മെൻ്റ് ആയി ട്രീറ്റ് ചെയ്യും. ഇറ്റ് ഈസ് ഷോൺ ആസ് ആൻ അപ്ലിക്കേഷൻ, ആസ് എ യൂസ് ഓഫ് ഫണ്ട് ഇൻ ദി ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് ചേഞ്ചസ് ഇൻ ദ വാല്യൂ ഓഫ് ലോൺ. ലോണിൻ്റെ വാല്യൂ ഇതേപോലെ തന്നെ ഉണ്ടാവാം. ഇൻക്രീസ് ഈസ് ട്രീറ്റഡ് ആസ് റേസിംഗ് ഓഫ് ന്യൂ ലോൺസ് അല്ലേ. ലോണിൻ്റെ വാല്യൂ കൂടിയാൽ അതിൻ്റെ അർത്ഥം എന്താണ്? പുതിയ ലോൺ റേസ് ചെയ്തു എന്നുള്ളതാണ്. ഇറ്റ് ഈസ് ടേക്കൺ ആസ് എ സോഴ്സ് ഓഫ് ഫണ്ട്. ഡിക്രീസ് എന്തായിരിക്കാം പ്രത്യേകത? ഇറ്റ് മേ ബി ഡ്യൂ ടു റീപേയ്മെൻറ്റ് ഓഫ് ലോൺ. ലോണിൻ്റെ വാല്യൂ കുറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോൺ തിരിച്ചടച്ചു എന്നുള്ളതാണ്. സോ ഇറ്റ് ഈസ് ഷോൺ ആസ് ആൻ അപ്ലിക്കേഷൻ ഓർ യൂസ് ഓഫ് ഫണ്ട്. Okay, so we have been discussing the important non-current accounts. There are 2 more non-current accounts we have to discuss. It will be discussed in our next video. Okay, thank you very much.